നമസ്കാരം. നമ്മുടെ അമ്മ സംഘടനയിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഓരോ ദിവസവും അമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അമ്മയുള്ളത്. മാത്രമല്ല അമ്മയിലെ തെരഞ്ഞെടുപ്പാണ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്തായാലും മോഹൻലാൽ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് പിന്നാലെ തന്നെയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിവാദം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സെക്ഷൻ തന്നെ അവിടെ നടന്നു. പലരും വന്നു, അവർ പത്രിക പിൻവലിച്ചു, ചിലർ സെലക്റ്റഡ് ആയി. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ഉടൻ തന്നെ വരും. ആരായിരിക്കും പ്രസിഡന്റ്, അതിൽ ഒരു വനിതാ പ്രസിഡന്റ് ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചർച്ച, വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെ പോലെ തന്നെ കേസും നമ്മുടെ ലൈംഗിക പീഡന കേസിന്റെ ഇതൊക്കെ വന്നപ്പോഴൊക്കെയാണ് അമ്മയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇനി ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത് തന്നെ. അപ്പം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയിൽ നിന്ന് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അമ്മ എന്നതിനെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കാൻ, അല്ലെങ്കിൽ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടക്കാൻ, അല്ലെങ്കിൽ പ്രതിസന്ധി ഇല്ലാതെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രസിഡന്റ് തന്നെ ഇനി വരും എന്ന് തന്നെയാണ് എല്ലാവരും, മലയാള സിനിമയിൽ നിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ തന്നെ വരട്ടെ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മറ്റു വിമർശനങ്ങളൊക്കെ ഇടയിൽ വരുന്നുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമ്മ എന്ന സംഘടന കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സംഘടനയ്ക്കെതിരെ മൊത്തത്തിൽ ഉയരുന്ന ആരോപണങ്ങളും അതിനു പുറമെ ഭാരവാഹിത്വം വഹിക്കുന്നവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുമൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാന വിഷയം തന്നെയാണ്. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കാനിരിക്കുന്നത്. മുൻനിര താരങ്ങൾ അധികം മത്സര രംഗത്തില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. എന്നാൽ അതിലും അപ്പുറം വിവാദങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമ്മയിലെ അംഗങ്ങളിൽ പലരും ചേരി തിരിഞ്ഞ് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെളി വാരി എറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. ചിലർ അപ്രതീക്ഷിതമായി മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്തത് അമ്മയിൽ വീണ്ടും ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകനായ ശാന്തിവള ദിനേശ്. മലയാള സിനിമയിലെ താരങ്ങളെക്കുറിച്ചും പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു സംവിധായകൻ തന്നെയാണ് ശാന്തിവള ദിനേശ്. എന്തായാലും അമ്മയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സരിത നായർ രംഗപ്രവേശനം ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. ബാബുരാജിനെതിരെ സരിത ആരോപണം ഉന്നയിക്കുമ്പോൾ മോഹൻലാലിന്റെ പേര് പരാമർശിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഒരു നടൻ സ്ത്രീകളെ തെറി പറഞ്ഞെന്നും ശാന്തിവള ദിനേശ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശാന്തിവള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് ഒന്നുമില്ല മുന്നിൽ നിൽക്കാൻ. ഗണേശനൊന്നും ഇല്ല. അതിന് താഴെയുള്ള ആൾക്കാർ ഒന്ന് ആയപ്പോൾ ഞാനാണ് രാജാവ് എന്ന് കരുതി ഓരോന്ന് കാണിക്കുമ്പോൾ, ആണും പെണ്ണും എല്ലാം തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ, രാജിവെക്കുന്നത് കാണുമ്പോൾ 15-ാം തീയതി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ അടക്കമുള്ളവർക്ക് തോന്നുന്നത്. ഒരു പാനൽ ഉണ്ടാക്കി ജനറൽ ബോഡിയിൽ പാസാക്കി എടുക്കേണ്ടതാണ് അമ്മ പോലെയുള്ളവയ്ക്ക് ഭൂഷണം. ഇനിയെങ്കിലും പാനൽ അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമാണ് എന്ന് പറഞ്ഞു നടക്കരുത്. കാരണം ഇവമാർക്ക് ഒന്നും അത്തരം ജനാധിപത്യ ബോധം ഒന്നുമില്ലെന്നേ. നിർമ്മാതാക്കളുടെ സംഘടനയിലും പ്രശ്നമുണ്ട്. അവരെ ഒരു തരത്തിലും സംഘടനയിൽ ഇനി അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് ശാന്തിവള ദിനേശ് പറയുന്നത്. നിലവിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാ മേനോനും മാത്രമാണ് മത്സരിക്കുന്നത്. ദേവൻ തോൽക്കുമെന്ന് ഉറപ്പാണ്. അത് അറിയാത്തത് അദ്ദേഹത്തിന് മാത്രമാണ്. കാരണം അദ്ദേഹം ഒരു പാവമാണ്. അൻസിബയും അനൂപ് ചന്ദ്രനും തമ്മിൽ പ്രശ്നമുണ്ടായി. ബാബുരാജിന്റെ സിൽബന്തി എന്ന അനൂപ് ചന്ദ്രന്റെ പ്രയോഗമാണ് അൻസിബയ്ക്ക് പ്രശ്നമുണ്ടാക്കിയത്. അതിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ജയിച്ച സ്ഥിതിക്ക് ഇനി അവർ പരാതിയുമായി മുന്നോട്ട് പോവില്ലായിരിക്കും. ഇതിനിടയിൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന കണക്കിൽ സരിത നായർ ഒരു പരാതിയുമായി എത്തി. തന്റെ അനാരോഗ്യവും അസുഖവും പരിഗണിച്ച് മോഹൻലാൽ കുറച്ചു തുക ബാബുരാജ് വശം എനിക്ക് തരാൻ കൊടുത്തുവിട്ടെന്നും ആ തുക KFC-യിലെ സാമ്പത്തിക കുടിശ്ശിക ഒഴിവാക്കാനായി വക മാറ്റി ചിലവഴിച്ചുവെന്നുമാണ് സരിത ആരോപിക്കുന്നത്. സരിതയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. KFC-യിൽ നിന്ന് 40 ലക്ഷം കുടിശ്ശിക അടച്ചു തീർത്ത പേപ്പറും ഗൾഫിലെ ചില ബിസിനസ് ബന്ധവുമായ ഉള്ള പേപ്പറുകളും സരിത പുറത്തുവിട്ടു. ചികിത്സാ സഹായം ചെയ്യാൻ തക്കവണ്ണം ബന്ധം സരിത നായരുമായി മോഹൻലാൽ ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള വലിയ തുകയൊക്കെ മറ്റൊരാൾ കൈവശം കൊടുക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. മോഹൻലാലും ബാബുരാജും ഒന്നും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അപ്പോഴതാ മറ്റൊരു സംഭവം വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ നാസർ ലത്തീഫ് എന്ന നടൻ ജയൻ ചേർത്തലയെ വിളിച്ച് ജയിച്ച സ്ത്രീകളെ കുറിച്ച് തെറി പറയുന്ന വോയിസ് മെസ്സേജാണ് വന്നത്. മനസ്സ് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ജയനെ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അത്രയും നിലവാരമില്ലാത്ത തെറിയാണ് പറയുന്നത്.
എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്മ സംഘടനയിലെ ഈ സംഭവങ്ങളൊക്കെ വലിയ ചർച്ചയാകുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. അമ്മ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയരുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ പരിഹാസവുമായി നടൻ ഷമ്മി തിലകനും രംഗത്തെത്തി. ഷമ്മി തിലകന്റെ കാര്യം നമുക്ക് അറിയാലോ. തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നതുകൊണ്ട് ഷമ്മി തിലകനും രംഗത്തെത്താൻ സാഹചര്യം കൂടുതലാണ്. അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ചിരി വരുന്നു എന്നാണ് ഷമ്മി തിലകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠപുസ്തകമാണെന്നും നാളെ തലയുയർത്തി നിൽക്കാൻ ആർക്കൊക്കെ കഴിയുമെന്ന് കാലം തെളിയിക്കുമെന്നുമാണ് ഷമ്മി തിലകൻ കുറിച്ചിരിക്കുന്നത്. ഷമ്മി തിലകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നു. ചില കാര്യങ്ങൾ പ്രതികരിച്ചാൽ പിന്നെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഈ നാട്ടുകാരനെയല്ല, എനിക്കൊന്നും പറയാനുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, കർമ്മം ഒരു ബൂമറാങ് പോലെയാണ്. അത് ചെയ്തവരിലേക്ക് തന്നെ തിരിച്ചെത്തും. ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ നിങ്ങളോടും പെരുമാറപ്പെടും. ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠപുസ്തകമാണ്. ഓരോ നീക്കവും, ഓരോ വാക്കും, ഓരോ തീരുമാനവും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. നാളെ തല ഉയർത്തി നിൽക്കാൻ ആർക്കൊക്കെ കഴിയുമെന്ന് കാലം തെളിയിക്കും. ചിലപ്പോൾ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും പിന്നീട് ചിന്തിപ്പിക്കുന്നതാകും. ഓർക്കുക, നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിൽ വലിയ സത്യങ്ങളുണ്ടാകാം എന്നാണ് ഷമ്മി തിലകൻ പറയുന്നത്. അതേസമയം തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നോമിനേഷൻ സമർപ്പിച്ച നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ കഴിഞ്ഞ ദിവസം സംഘടന തള്ളിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ടായിട്ടും അത് തള്ളിയതിനെ സാന്ദ്ര ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അമ്മ തെരഞ്ഞെടുപ്പ് ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. സിനിമയിൽ നിന്ന് മറ്റൊരു പ്രശ്നം കൂടി എത്തുന്നത്. ഈ ഒരു സംഭവത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് നിയമപരമായ മാർഗം തേടാനുള്ള ഒരു ഒരുക്കത്തിലാണ് സാന്ദ്രയുള്ളത് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ സിനിമാ ലോകത്ത് വലിയൊരു അഴിച്ചുപണിക്കുള്ള സാധ്യതയാണ് തുറന്നു കാണിക്കുന്നത്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ, സാന്ദ്രയുടെ വിഷയത്തിൽ വരികയാണെങ്കിൽ നിയമപരമായി നീങ്ങുമെന്ന് അറിയിച്ചതോടെ നടൻ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നെന്നാണ് സാന്ദ്ര പറയുന്നത്. മാത്രമല്ല, മമ്മൂട്ടി വിളിച്ചു, കേസുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടെന്നാണ് സാന്ദ്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്നും സാന്ദ്ര പറഞ്ഞു. മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം 3/4 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. കേസുമായി മുന്നോട്ട് പോകരുതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, മമ്മൂക്ക ഇക്കയുടെ മക്കൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയുമോ? പ്രതികരിക്കരുത്, കേസുമായി മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ ബാധിക്കും. എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല. നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഇനി എന്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ, അതിനകത്ത് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നാണ് മമ്മൂട്ടി പറഞ്ഞതെന്ന് പറയുന്നു. അതുപോലെ അദ്ദേഹം എന്നോട് കമ്മിറ്റ് ചെയ്തൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്നും മമ്മൂക്ക പിന്മാറി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്നെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് ഞാൻ തീർത്ത് പറഞ്ഞുവെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്തിയാണ് സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയത്. 2016 വരെ അസോസിയേഷനിൽ വോട്ടവകാശം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചെയ്ത സിനിമകളെല്ലാം അസോസിയേഷനിൽ രജിസ്ട്രേഡ് ആണ്. അതുപോലെ ഞാൻ അസോസിയേഷനിലെ റെഗുലർ മെമ്പറാണ്. മാത്രമല്ല, എന്റെ പേരിൽ 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റും ഉണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ നോമിനേഷൻ തള്ളുന്നതെന്ന് എനിക്ക് എഴുതി തരണമെന്നാണ് സാന്ദ്ര അസോസിയേഷനോട് ഭാരവാഹികളോട് ആവശ്യപ്പെട്ടത്. മത്സരിച്ച് ജയിച്ചു കാണിക്കുകയാണ് വേണ്ടതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പത്രിക തള്ളി വൃത്തികേടാണ് കാണിച്ചതെന്നും സുരേഷ് കുമാറും സിയാദ് കോക്കറുമെല്ലാം ഗുണ്ടകളെ പോലെ പെരുമാറിയെന്നും ധൈര്യമുണ്ടെങ്കിൽ മത്സരിച്ച് തോൽപ്പിക്കട്ടെ എന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. സാന്ദ്രയുടെ വാക്കുകൾ വൈറലായതോടെ മമ്മൂട്ടി ഇത്രയും ഗൗരവമായ വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് പ്രേക്ഷകർ കുറിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മൂലം തനിക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് നീതി തേടി നിയമ പോരാട്ടത്തിലാണ് സാന്ദ്ര തോമസ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ ചെയ്തിരിക്കുന്ന 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റിൽ സാന്ദ്ര തോമസിന്റെ പേരാണുള്ളത്. സാന്ദ്രയുടെ പേരിലാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഇതുമായി എത്തിയാണ് തന്റെ നോമിനേഷൻ തള്ളുന്നതിന് എതിരെ സാന്ദ്ര പ്രതികരിച്ചത്. എന്നാൽ സാന്ദ്ര മത്സരിക്കാൻ പാടില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് തന്നെയാണ് അസോസിയേഷൻ നോമിനേഷൻ തള്ളിയത് എന്ന് വ്യക്തവുമാണ്. അതേസമയം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി തുറന്ന പോരിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രമുഖ താരങ്ങൾക്കെതിരെ ഒന്നിലേറെ തവണ സാന്ദ്ര തോമസ് സംസാരിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകൾ പെൺമക്കളെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നതിനെ കുറിച്ച് സാന്ദ്ര തോമസ് പുതിയ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് വരുന്ന കാര്യവും സാന്ദ്ര പരാമർശിച്ചു. ഒരു മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു സാന്ദ്ര. പെൺകുട്ടികളെ വിടാൻ പറ്റുന്ന ഇൻഡസ്ട്രി അല്ല ഇതെന്ന് അപ്പന്മാരായ ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ പെൺകുട്ടികൾക്കും ഈ ലക്ഷറി അനുഭവിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ. ഇന്നത്തെ മാറ്റങ്ങളുടെ സൂചനയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് വന്നതെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. ഇന്ന് ലാലേട്ടൻ മകളെ അതുപോലെ എക്യുപ്ഡ് ആക്കിയ ശേഷമാണ്
സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലല്ല. എട്ടും പൊട്ടും തിരിയാത്ത വൾണറബിൾ പ്രായത്തിൽ വന്ന ഒരുപാട് പെൺകുട്ടികളെ കണ്ട ആൾ സ്വന്തം മകളെ എക്യുപ്ഡ് ആക്കിയ ശേഷമാണ് കൊണ്ടുവരുന്നത്. അപ്പോഴും പവർ പൊസിഷൻ നിൽക്കുന്ന അപ്പൻ എവിടെയുണ്ട്? ആ മകളെ ആർക്കും തൊടാൻ പറ്റില്ല, അടുക്കാൻ പോലും ആർക്കും പറ്റില്ല. ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സായ പലർക്കും അപ്പുറത്ത് പവർ പൊസിഷനിൽ ഭർത്താവുണ്ട്. ആ പവർ പൊസിഷനിൽ ഭർത്താവ് ഉള്ളപ്പോൾ അവർക്ക് എന്തും ചെയ്യാം. ഒരാളും അവരെ തിരിച്ച് ചോദ്യം ചെയ്യില്ല. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടി എന്ന് ചോദിക്കില്ല. കാര്യം അപ്പുറത്ത് പവർ പൊസിഷനിൽ അവർക്ക് ഭർത്താവുണ്ട്. അങ്ങനെയും ഒരു ഇക്വേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിനും ആക്ടേഴ്സിനും ധൈര്യത്തോടെ പല കാര്യങ്ങളും പറയാം. ആരും ചോദിക്കാനും പറയാനുമില്ല. അത് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. താരാരാധനയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ് മനസ്സിലാകാത്തത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അത് നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. മോഹൻലാലിനെ കൂടാതെ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനെയും പരോക്ഷമായി സാന്ദ്ര പരാമർശിച്ചിട്ടെന്ന് വാദമുണ്ട്. നിലവിൽ മോളിവുഡിലെ മുൻനിര നിർമ്മാതാവായി അറിയപ്പെടുന്നവരിൽ ഒരാളാണ് സുപ്രിയ മേനോൻ. വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ജനശ്രദ്ധയും സ്വീകാര്യതയും സുപ്രിയയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന പേരാണ് ഇതിന് കാരണമെന്ന് സിനിമാ പ്രേക്ഷകർക്ക് ഒരു അഭിപ്രായമുണ്ട്. സുപ്രിയയും ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുള്ളതിനാൽ തന്നെ ഈ സംഭവം തന്നെയാണ് പറയുന്നത്. സുപ്രിയയും പൃഥ്വിരാജും നയിക്കുന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ഒരു പിടി ശ്രദ്ധേയ സിനിമകൾ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഹൗസിന്റെ പല കാര്യങ്ങളും നോക്കി നടത്തുന്നത് സുപ്രിയ തന്നെയാണ്.